നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം മാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാനമായും. ബജരംഗി മീഡിയയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രമാണ്. ഈ തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആദ്യം അഭിമുഖീകരിക്കുന്നത് രാഹു ദശയായിരിക്കും. ഇവരെ കുറിച്ച് പറയുമ്പോൾ സദാ ഇവർക്ക് ഗർവമുള്ള വ്യക്തികളും അതുപോലെ തന്നെ പരോപകാരം ഇല്ലാത്തവരും അതേമാതിരി സ്വാർത്ഥ സ്വഭാവങ്ങളുള്ളവരും എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിലുള്ള സമീപനവും പ്രകടനവും കാഴ്ചവെക്കുകയും വളരെ സൗമ്യ സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുമെങ്കിലും ഇവരിപ്പോൾ സ്ത്രീകളാണെങ്കിൽ മറ്റ് സ്ത്രീകളെ കാണുന്നതും അവരുമായിട്ട് അടുത്ത് പെരുമാറുന്നതൊക്കെ ഇവർക്ക് അത്ര ഗുണകരമായിരിക്കില്ല. ഇവർക്ക് സൗഹൃദ വലയങ്ങൾ സ്വതവേ കുറവായിരിക്കും. ഇവർ മറ്റ് പുറമേ കാണുന്ന മാതിരിയല്ല ഉള്ളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി വളരെ സ്വാർത്ഥ സ്വഭാവക്കാരാണ്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാനും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ അതുപോലെയുള്ള രോഗങ്ങൾ പിടിപെടാനും അപ്പോൾ രോഗം പ്രതിരോധത്തിനുള്ള ഒരു സവിശേഷമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ എടുത്ത് പോരുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ ഇവർ ഏതൊരു കാര്യം ഇപ്പോൾ പ്രാർത്ഥനയാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്ന വ്യക്തികളായിരിക്കും. ഇവർ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങളും സഹിക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർ സ്വതവേ ദീർഘായുസ്സുള്ളവരും ആയുർ സംബന്ധമായ ദോഷങ്ങൾ അങ്ങനെ വരാത്തവരുമാണ്. ആയുർ സംബന്ധമായത് നമ്മൾ ജ്യോത്സ്യത്തിലൂടെ അറിയാൻ പറ്റുമെങ്കിലും അത് ഭഗവാന്റെ ഒരു വിധി ആയതുകൊണ്ട് ഒരു ജ്യോത്സ്യനും ആയുസ് കൃത്യമായി പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും ഇവരുടെ സ്വഭാവം അങ്ങനെ അല്ല, ഇവരുടെ നക്ഷത്ര സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് മാത്രം തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആയുസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം.